എല്ലാവർക്കും നമസ്കാരം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമുക്കിതാണ് മറ്റ് ചില കാര്യങ്ങൾ ഇന്ന് പഠിക്കാം. മറ്റ് ചില കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഇന്ന് ഒഴിവായി കിട്ടും. മറ്റ് ചില പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് പഠിക്കും. നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാത്തരം ട്രേഡിങ്ങിലും നോർമലി യൂസ് ചെയ്യുന്ന റിസ്ക് റിവാർഡ് ഏതാണ്? 1:2 ആണ്. ഇവിടെ നിങ്ങൾ 1:2 യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് 1:2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇപ്പം നിങ്ങൾ ഷോർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും, ഇതിൻ്റെ മുകളിലായിരിക്കും. നിങ്ങൾ ഇവിടെ താഴെയാണ് ഷോർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ മുകളിലായിരിക്കും, ഈ ഒരു കളർ ചെയ്ത ഭാഗത്തിൻ്റെ മുകളിലായിരിക്കും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കുക. അപ്പോൾ 1:2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നോക്കിയേ? ഇതെന്താണ്? 1:1 ആണ്. ഇവിടെ നോക്കിയേ, ഇവിടെയാണ് നിങ്ങൾ ഷോർട്ട് ചെയ്യുന്നത്, മുകളിലാണ് സ്റ്റോപ്പ് ലോസ്. ഇവിടെ എത്തിയാൽ എന്താണ്? 1:1 ആയി. അപ്പോൾ 1:2 എന്ന് പറഞ്ഞാലോ നോക്കിയേ, ഇവിടെ എത്തിയാൽ എന്താണ്? 1:2 ആയി. അത്തരത്തിൽ 1:3 ഉണ്ട്, 1:4, 1:5. അത്തരത്തിലാണ് നമ്മൾ റിസ്ക് റിവാർഡുകൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ യൂസ് ചെയ്യണം? ഇതിൽ ഏറ്റവും പ്രോബബിലിറ്റി കൂടുതലുള്ള ഏതിനാണ്? തീർച്ചയായിട്ടും 1:1 കാരണം ഇതെന്താണ്? വളരെ ചെറിയ മൂവ്മെൻ്റ് ആണ്. വളരെ ചെറിയ മൂവ്മെൻറ്റിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പക്ഷേ നമുക്കത് മതിയോ? ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ട റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്? ആ കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയോട് കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അതിനെന്താണ്, നമുക്ക് ചെറിയൊരു എക്സൽ ഷീറ്റിലേക്ക് പോകാം. നോക്കിയേ, നിങ്ങളിവിടെ കാണുന്നത് ഒരു എക്സലിൻ്റെ ഷീറ്റാണ്. ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഷീറ്റാണ്. നോക്കിയേ, ഇവിടെ എങ്ങനെ ലോസുകളൊക്കെ മാനേജ് ചെയ്യണം, എത്രയൊക്കെയാണ് പ്രോഫിറ്റബിലിറ്റി ഉള്ളത്. ജസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ്, ഒന്ന് ശ്രദ്ധിക്കുക. നോക്കിയേ, നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ സൈസ് $500 ആണെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ മാത്രമാണ്. $500 ആണ് ടോട്ടൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. $500 ആണ് ഉള്ളത് എന്ന് വിചാരിക്കുക. നോക്കിയേ, നിങ്ങളുടെ ട്രേഡിൻ്റെ ഏക്കുറസിയാണ് ഈ ഒരു 30% എന്ന് പറയുന്നത്. ട്രേഡിൻ്റെ ഏക്കുറസി നമ്മൾ പറയാറുണ്ടല്ലോ, 50% ഉള്ള സ്ട്രാറ്റജി മാത്രമേ നമുക്ക് വേണ്ടൂ. 50% വിന്നിങ് റേറ്റിലെ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും റിപ്പീറ്റായിട്ട് പറയുന്ന കാര്യമാണ്, 50% ഉള്ള സ്ട്രാറ്റജി കിട്ടിയാൽ തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. എന്തുകൊണ്ടാണെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, അക്കൗണ്ട് സൈസ് 500 ആണ്. ഇവിടെ നമ്മൾ എന്തെടുക്കുന്നു? 30% മാത്രമേ ഏക്കുറസി ഉള്ളൂ. അതായത് നമ്മുടെ 70% ട്രേഡും എന്താണ്? ലോസ് ആണ്. പലരും പറയുന്നൊരു പരാതിയല്ലേ, ഒരുപാട് ലോസ് വരുന്നുണ്ട്, പ്രോഫിറ്റുള്ള ട്രേഡുകൾ കുറവാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുറേ ലോസ് വരുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെയൊക്കെ റിസ്ക് റിവാർഡിലുള്ള പ്രശ്നം കൊണ്ടാണ്. നോക്കിയേ, $500 30% മാത്രം ആക്യുറസി ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ എക്സാമ്പിൾ എടുക്കുന്നത്. നോക്കിയേ, റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:2 ആണ്. റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:2 ആണ്. നോക്കിയേ, റിസ്ക് പെർ ട്രേഡ് എന്ന് പറയുന്നത് 1% ആണ്. ഇതൊക്കെ നമ്മൾ പൊസിഷൻ സൈസ് കാൽക്കുലേറ്ററിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ലേ? അതായത് $500 ഉണ്ടെങ്കിൽ ഒരു ട്രേഡിന് നമ്മൾ റിസ്ക് ചെയ്യുക അതിൻ്റെ വെറും 1% മാത്രമാണ്. ഈ ഒരു എക്സാമ്പിളിൽ ആവറേജ് ലോസ് എന്ന് പറയുന്നപ്പോൾ 5 ആണ്. ഇവിടെ എന്താണ്? റിസ്ക് റിവാർഡ് 1:2 ആയതുകൊണ്ട്, റിസ്ക് റിവാർഡ് 1:2 ആയതുകൊണ്ട് ആവറേജ് പ്രോഫിറ്റ് എത്രയായിരിക്കും? ആവറേജ് വിന്ന് എത്രയായിരിക്കും? നോക്കിയേ, 10 ആയിരിക്കും. കാരണം ഇവിടെ 1 എന്ന് പറയുന്നത് 5 ആണ്. മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. 1 എന്ന് പറയുന്നത് 5 ആണ്, 1% ആണ്. അപ്പോൾ 2% എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നോക്കിയാൽ $500 അക്കൗണ്ട് സൈസ് 30% മാത്രം ആക്യുറസി ഉള്ളൊരു സ്ട്രാറ്റജിയാണ്. റിസ്ക് റിവാർഡ് 1:2 നോർമലായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന, നമ്മൾ പ്രിഫർ ചെയ്യുന്ന റിസ്ക് റിവാർഡാണ്. ഇത്രയും കാലം നിങ്ങൾക്ക് പറഞ്ഞു തന്ന റിസ്ക് റിവാർഡ്, ബിഗിനർ എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്ന റിസ്ക് റിവാർഡ് 1:2 ആണ്. കുറച്ചുകൂടി എളുപ്പമാണ് ട്രേഡ് ചെയ്യാൻ. നോക്കിയേ, 1% മാത്രമാണ് റിസ്ക് വെക്കുന്നത് അക്കൗണ്ടിൻ്റെ. ആവറേജ് വിന്ന് 10 ആണ്, ആവറേജ് ലോസ് 5 ആണ്. അപ്പോൾ ടോട്ടൽ ഒരു നോക്കിയാൽ റൈറ്റ് സൈഡിലേക്ക് നോക്കുക, ടോട്ടൽ ഒരു 10 ട്രേഡുകൾ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതാണ് ഇവിടെ കാണുന്നത്. ടോട്ടൽ 10 ട്രേഡുകൾ എടുത്തപ്പോൾ നോക്കിയേ, 30% ആക്യുറസിയിലെ സ്ട്രാറ്റജി വെച്ച് ടോട്ടൽ 10 ട്രേഡുകൾ എടുത്തപ്പോൾ എന്താ അവിടെ സംഭവിക്കുക? 10 ട്രേഡുകളിൽ 30% ആണ് വിന്നിങ് റേറ്റ് ആയതുകൊണ്ട് 3 ട്രേഡ് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ടാകും. അതായത് 3 ട്രേഡ് പ്രോഫിറ്റബിൾ ആയിരിക്കും, 7 ട്രേഡ് ലോസ് ആയിരിക്കും. 3 ട്രേഡ് പ്രോഫിറ്റബിൾ ആയിരിക്കും, 7 ട്രേഡ് ലോസ് ആയിരിക്കും. അതായത് നോക്കിയേ, $30. 3 ട്രേഡ് പ്രോഫിറ്റബിൾ ആകുമ്പോൾ നമുക്ക് എത്ര ഡോളർ പ്രോഫിറ്റ് കിട്ടി? നോക്കിയേ, ഇവിടെ നോക്കിയേ, ആവറേജ് വിന്നിലേക്ക് നോക്കിയേ, ഒരു ട്രേഡ് പ്രോഫിറ്റബിൾ ആകുമ്പോൾ നമുക്ക് $10 പ്രോഫിറ്റാണ്. 7 ലോസ് അവിടെ വന്നിട്ടുണ്ട്. ഒരു ട്രേഡ് ലോസ് ആയാലും നമുക്ക് 5-ൻ്റെയാണ് നഷ്ടം, $5 നഷ്ടമാണെന്ന് വിചാരിക്കുക. നോക്കി 7 ലോസ്, നോക്കി 7 ട്രേഡ് ലോസ് ആയപ്പോൾ 7×5 $35 ലോസ് നമുക്ക് വന്നിട്ടുണ്ട്. അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? 10 ട്രേഡ് കഴിയുമ്പോഴേക്ക് എന്താണ്? പ്രോഫിറ്റ് -5 ആണ്. അതായത് -$5 ലോസാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങൾ ഒരു വീക്കിൽ 10 ട്രേഡ് എടുത്തതാണെങ്കിലും ഒരു മന്തിൽ 10 ട്രേഡ് എടുത്തതാണെങ്കിലും, ഒരു മന്തിലാണെന്ന് വിചാരിക്കുക, ഒരു മാസത്തിൽ 10 ട്രേഡാണ് നിങ്ങൾ എടുത്തത്. നിങ്ങൾ കുറച്ചൊന്ന് എടുത്ത് ലോങ് ഹോൾഡ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക.
ഒരു മാസത്തിൽ 10 ട്രേഡാണ് എടുത്തത്. നോക്കിയേ, അവിടെ എന്താണ് -$5 $5 ലോസ് ആണ് വന്നിരിക്കുന്നത്. അതായത് ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് നോക്കിയേ, നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങളുടെ അക്കൗണ്ട് സൈസ് എത്രയാണ്? $500 ആണ്. നിങ്ങളുടെ അക്കൗണ്ട് സൈസ് $500 ആണ്. അതിൻ്റെ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് -1% ആണ്. അപ്പോൾ 1% ലോസിലായിരിക്കും നിങ്ങൾ 10 ട്രേഡ് കഴിയുമ്പോൾ ഉണ്ടായിരിക്കുക. നിങ്ങളുടെ സ്ട്രാറ്റജി 30% ആക്യുറസി മാത്രമേ ഉള്ളൂ. റിസ്ക് റിവാർഡ് 1:2 ആണെങ്കിൽ. ഇത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. നോക്കി, സ്ട്രാറ്റജി സെയിം ആണ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സ്ട്രാറ്റജി അങ്ങനെ തന്നെ വെക്കുന്നു. അതായത് 30% മാത്രമേ വിന്നിങ് റേറ്റ് ഉള്ളൂ. റിസ്ക്കും 1% മാത്രമേ ഉള്ളൂ. നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, അത്ര മാത്രമേ നമ്മൾ റിസ്ക് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് എന്താണ് റിസ്ക് റിവാർഡ് ഒന്ന് മാറ്റി കൊടുക്കുന്നു. നോക്കിയേ, റിസ്ക് റിവാർഡ് 3 കൊടുക്കുന്നു. എന്താ മാറ്റം ഉണ്ടായിട്ടുള്ളത് നോക്കാം. നോക്കി, സെയിം ആണ്. അക്കൗണ്ട് സൈസ് 500 ആണ്. ആക്യുറസി എന്ന് പറയുന്നത് 30 തന്നെയാണ്. ഇവിടെയാണ് ഈ സ്ട്രാറ്റജിയുടെ കാര്യത്തിൽ എപ്പോഴും പറയാറുള്ള കാര്യം. നിങ്ങളുടെ സ്ട്രാറ്റജി 30%, 50% അത്ര ആക്യുറസി മതി നമുക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ റിസ്ക് റിവാർഡ് കറക്റ്റാണ്, പ്രോപ്പർ ആണെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാം. പലരും ചെയ്യുന്നൊരു തെറ്റെന്താണ്? റിസ്ക് റിവാർഡിലേക്ക് നോക്കാതെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ഉള്ള, അതായത് വിന്നിങ് റേറ്റുള്ള സ്ട്രാറ്റജി ഏതാണ് അതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. അവിടെയാണ് നമുക്ക് ആദ്യത്തെ തെറ്റുകളൊക്കെ പറ്റുന്നത്. നോക്കിയേ 30% ആക്യുറസി, റിസ്ക് റിവാർഡ് 1:3 ആകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? റിസ്ക് പെർ ട്രേഡ് എന്താണ്? 1% ലോസ് എന്താണ്? സെയിം ആണ്. കാരണം ഇവിടെ 1 സെയിം ആണ്. 1:3 ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കി, നമ്മൾ റിസ്ക് 1% മാത്രമേ ഇപ്പോഴും വെക്കുന്നുള്ളൂ, അത് മാറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്താണ് ലോസ് നമുക്ക് പോയി കഴിഞ്ഞാൽ, ആ ഒരു ട്രേഡ് ലോസ് പോയി കഴിഞ്ഞാൽ ഇവിടെയും നഷ്ടപ്പെടുന്നത് $5 തന്നെയാണ്. പക്ഷേ റിവാർഡ് നമ്മൾ 3 വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ $15 നമുക്ക് കിട്ടും. $15 കിട്ടും. നോക്കിയേ, അപ്പോൾ ഈ 1:3 വെച്ചിട്ട് ബാക്കിയൊക്കെ സെയിം ആണ്. റിസ്ക് റിവാർഡ് 1:3 വെച്ചിട്ട് നമ്മൾ 10 ട്രേഡ് എടുക്കുന്നു എന്ന് വിചാരിക്കുക. 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകും, 7 ലോസ് ആകും. ഇവിടെയാണ് ചെറിയ മാറ്റം വരുന്നത്. എന്താ മാറ്റം സംഭവിച്ചിട്ടുള്ളത് നോക്കിയേ, 3 നമുക്ക് പ്രോഫിറ്റ് ആക്കുമ്പോൾ 15 × 3 $45 പ്രോഫിറ്റ് നമുക്ക് കിട്ടി. 7 നോക്കിയേ, വെറും 3 മാത്രമാണ് ഇവിടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ. നോക്കി, 7 ലോസാണ് ആയിരിക്കുന്നത്. 7 ട്രേഡ് ലോസ് ആയിട്ടുണ്ട്. പക്ഷേ നോക്കിയേ, $5 വെച്ചിട്ട് മാത്രമാണ്. റിസ്ക് റിവാർഡ് പ്രോപ്പറാണ് നമ്മുടെ. നോക്കിയേ, 7 ലോസ് ആയിട്ടുണ്ട്. $5 വെച്ച് ലോസ് ആകുമ്പോൾ $35 ലോസാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ടോട്ടൽ നോക്കിയേ, $10 പ്രോഫിറ്റാണ്. അതായത് റിട്ടേൺ എന്ന് പറയുന്നത് നോക്കി, ഈ $500 ആ ഒരു 10 ട്രേഡ് കഴിഞ്ഞപ്പോൾ എന്താണ് 2% പ്രോഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെയാണ് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ 10 ട്രേഡിൽ 7 നിങ്ങളുടെ ലോസ് ആയിട്ടുണ്ട്. വെറും 3 പ്രോഫിറ്റിലേക്ക് പോയിട്ടുള്ളത്. ടാർഗറ്റ് പ്രൈസ് ഹിറ്റ് ആയിട്ടുള്ളത്. എന്നിട്ട് കൂടി എന്താണ് നോക്കിയേ, 2% റിട്ടേൺ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് ഈ 2% ഒരു ജനറൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? അതായത് ഈ ഫണ്ട് സ്വീകരിച്ച് ട്രേഡ് ചെയ്യുന്നവരുണ്ടായിരിക്കുമല്ലോ, ഫണ്ട് കൊടുക്കരുത് എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആയി നിങ്ങൾ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫണ്ടൊക്കെ സ്വരൂപിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. മറ്റ് പല സോഴ്സുകളിൽ നിന്ന് ഫണ്ടൊക്കെ എടുത്ത് ട്രേഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഫണ്ട് എടുത്ത് ട്രേഡ് ചെയ്യുന്നവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന, എയിം ചെയ്യുന്ന ഒരു റിട്ടേൺ ആണ് 2% എന്ന് പറയുന്നത്. വളരെ മാന്യമായിട്ടുള്ള റിട്ടേൺ ആണ് 2% എന്ന് പറയുന്നത്. അവർ യൂസ് ചെയ്യുന്ന റിസ്ക് റിവാർഡാണ്. അത്തരത്തിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കേണ്ട റിസ്ക് റിവാർഡ് 1:3 ആണ്. അപ്പോൾ ഈ 1:3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറക്സിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ജനറൽ ആയിട്ടുള്ള, ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റിസ്ക് റിവാർഡ് ഏതാണ്? 1:1 അല്ല, 1:2 അല്ല, 1:3 ആണ്. 1:3 വെച്ച് ഇതുപോലെ വെറും 30% ആക്യുറസിയിലെ സ്ട്രാറ്റജി വെച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ കൂടി എന്താണ്, നിങ്ങൾക്ക് 2% റിട്ടേൺ അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. 1:1 യൂസ് ചെയ്തു നിങ്ങൾ നോക്കിയേ, 4% ലോസാണ് വരിക. ഒരു എക്സാമ്പിൾ നോക്കി, ആക്യുറസി മാറ്റി കൊടുക്കുന്നു. നോക്കിയേ, ആക്യുറസി മാറ്റി 40% സ്ട്രാറ്റജി യൂസ് ചെയ്തെങ്കിൽ കൂടി നോക്കിയേ, 1:1 ആണ് നിങ്ങളുടെ റിസ്ക് റിവാർഡെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് 2% ലോസ് ആയിരിക്കും. നോക്കിയേ, ആക്യുറസി കൂട്ടുന്നു. നോക്കിയേ, 50% നോക്കിയേ, 50% അക്യുറസിയുള്ള സ്ട്രാറ്റജിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ റിസ്ക് റിവാർഡ് 1:1 ആണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് പ്രോഫിറ്റും ഉണ്ടാകില്ല. ഈ 10 ട്രേഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റും ഉണ്ടാകില്ല, ലോസും ഉണ്ടാകില്ല. 1:1 ആണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ എന്താണ്, 1:1 വെച്ചാൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. തീർച്ചയായിട്ടും ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനും എളുപ്പമാണ്. ഓക്കെ, 50% ആക്യുറസിയിലൊരു സ്ട്രാറ്റജി ആണെങ്കിൽ 0% റിട്ടേൺ ആണ്.
അപ്പോൾ 50% നിങ്ങൾ 1:1 റിസ്ക് റിവാർഡ് ചൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ട്രേഡിൻ്റെ ആ ഒരു സ്ട്രാറ്റജിയുടെ ആക്യുറസി എന്ന് പറയുന്നത് 50%-ന് മുകളിലായിരിക്കണം. അതായത് 10 ട്രേഡ് എടുക്കുമ്പോൾ 5 എണ്ണം വിൻ ആയിരിക്കണം, 5 എണ്ണം ലോസ് ആയിരിക്കണം. മിനിമം 5 എണ്ണത്തിലെങ്കിലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം. 1:2 കൊടുത്തു നോക്കാം. 1:2 നോക്കിയേ, 1:2 കൊടുത്തിട്ട് നമുക്ക് 40% ആക്യുറസി കൊടുത്തു നോക്കാം. നോക്കിയേ, 1:2 ആണെങ്കിൽ ഒരു 40% ആക്യുറസി ഉള്ള സ്ട്രാറ്റജിയാണ് നിങ്ങളുടെ സ്ട്രാറ്റജി. 40% ഇതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ ഡെമോ ട്രേഡിങ് ചെയ്യാനൊക്കെ പറയുന്നത്. 40% ആക്യുറസി നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിൽ കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ഡെമോ ചെയ്യുന്നു, ഈ പഠിച്ചതൊക്കെ വെച്ച് ഡെമോ ചെയ്യുന്നു, നിങ്ങൾക്ക് 40% ആക്യുറസി കിട്ടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾ 10 ട്രേഡ് എടുക്കുമ്പോൾ അതിൽ 6 എണ്ണം ലോസ്, 4 എണ്ണം വിന്ന്. ഈ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയാൽ 10 ട്രേഡുകൾ നോക്കുമ്പോൾ 6 എണ്ണത്തിൽ ലോസും 4 എണ്ണത്തിൽ പ്രോഫിറ്റുമാണ് ഉള്ളതെങ്കിൽ നോക്കിയേ, നിങ്ങൾക്ക് 1:2 എന്ന് പറയുന്ന റിസ്ക് റിവാർഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് അതിന് ഉപയോഗിക്കേണ്ടത്. 6 എണ്ണം ലോസ്, 4 എണ്ണം പ്രോഫിറ്റിലാണ് ഉള്ളത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പോവുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിക്ക് 40% ആക്യുറസി ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 1:2 എന്നുള്ള റിസ്ക് റിവാർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. 30% ആക്യുറസി എങ്കിൽ, അതായത് നിങ്ങളെടുക്കുന്ന 10 ട്രേഡിൽ നോക്കിയേ, നിങ്ങളെടുക്കുന്ന 10 ട്രേഡിൽ 7 ലോസും 3 വിന്നും ഉണ്ടെങ്കിൽ, നിങ്ങളെടുക്കുന്ന 10 ട്രേഡിൽ 7 ലോസും 3 വിന്നുമാണുള്ളത്. അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട റിസ്ക് റിവാർഡ് എത്രയാണ്, 1:3 ആണ്. ഇതിങ്ങനെ മാറ്റി മാറ്റി പറയുന്നത് ഓരോ ആളുടെ ട്രേഡിംഗ് സ്റ്റൈൽ വ്യത്യസ്തമാണ്. ഓരോ ആൾ എടുക്കുന്ന എൻട്രികളും അവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജികളൊക്കെ വ്യത്യസ്തമായിരിക്കും. ഓക്കെ, നമ്മൾ ഈ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ യൂസ് ചെയ്യണം എന്നില്ല. അതുകൊണ്ടാണ് വ്യത്യാസമായിട്ട് പറഞ്ഞു തരുന്നത്. 7 ലോസും 3 പ്രോഫിറ്റും ടാർഗറ്റ് പ്രോഫിറ്റും നോക്കിയാൽ ടാർഗറ്റ് പ്രോഫിറ്റ് ഹിറ്റ് ചെയ്യുകയാണ്. ടാർഗറ്റ് പ്രൈസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ 1:3 എന്നുള്ള റിസ്ക് റിവാർഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ സെയിം ആക്കി വെക്കുക. ഇവിടെ നോക്കിയ റിസ്ക് പെർ ട്രേഡ് എന്നുള്ളത് ചെറുതായിട്ട് മാറ്റി 2 കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ കുറച്ചുകൂടി റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ഇതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ 1% അല്ല, ഓരോ ട്രേഡിലും 2% റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഒരാളാണെങ്കിൽ എന്താ അവിടെ സംഭവിക്കുന്നത് നോക്കിയേ. 2% റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യുന്ന ലോഡ് സൈസ് എന്ന് പറയുന്നത് ഡബിൾ ആയിട്ടുണ്ടാകും, കൂടിയിട്ടുണ്ടാകും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക, ഒരു ട്രേഡ് നിങ്ങൾക്ക് ലോസ് പോവുകയാണെങ്കിൽ $10 നഷ്ടമായിരിക്കും. 1:3 റിസ്ക് റിവാർഡ് വെച്ചിട്ട് നോക്കി, 1:3 റിസ്ക് റിവാർഡ് വെച്ചിട്ടാണ് ഒരു ട്രേഡ് പ്രോഫിറ്റിലേക്ക് പോവുകയാണെങ്കിൽ $30 ലാഭമായിരിക്കും. അങ്ങനെ വെച്ച് നോക്കിയേ, 1:3 വെച്ചിട്ട് ആക്യുറസി നോക്കി, ആക്യുറസി ഇപ്പോഴും സെയിം ആണ്. 30% അതേ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നു. റിസ്ക് കുറച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് മാത്രം. നോക്കിയേ, 10 ട്രേഡ് എടുക്കുമ്പോൾ 7 ലോസും 3 പ്രോഫിറ്റുമാണ്. നോക്കിയേ, $20 പ്രോഫിറ്റ്, അതായത് 4% റിട്ടേൺ നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഓരോ 10 ട്രേഡ് കഴിയുമ്പോൾ. ആക്യുറസി സെയിം ആണ്, റിസ്ക് റിവാർഡ് സെയിം ആണ്, 1:3 ആണ്. റിസ്ക് പെർ ട്രേഡ് മാത്രം എന്താണ് 1 എന്നുള്ളത് 2ലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് എപ്പോഴാണ് മാറ്റേണ്ടത്, 1ൽ ട്രേഡ് ചെയ്ത് 1% റിസ്കിൽ ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ റിസ്ക് കൂട്ടുക, 2%ലേക്ക് ആക്കുക. നോക്കിയേ, അത് രണ്ടാമത്തെ സ്റ്റേജാണ്. ആദ്യത്തെ സ്റ്റേജാണ്. ഇതൊക്കെ ഓരോ സ്റ്റേജുകളാണ്. നോക്കിയേ, 30%. ആദ്യത്തെ സ്റ്റേജ് എന്താണ്, തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവപ്പെടാൻ പോകുന്ന ഒരു സ്റ്റേജാണ്. 30% മാത്രമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ആക്യുറസി അനുഭവപ്പെടുക. പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക്, അതായത് തുടങ്ങി പഠിച്ച് പ്രോഫിറ്റബിളായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഇതാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക. 7 ലോസും 3 പ്രോഫിറ്റൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ ആക്യുറസി 30% ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് 1:3 റിസ്ക് റിവാർഡാണ്. 1% റിസ്ക് മാത്രമാണ് നിങ്ങൾ വെക്കേണ്ടത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജിലെത്തുമ്പോൾ നിങ്ങൾ അങ്ങനെ 1% റിസ്ക് വെച്ച് നിങ്ങൾ പ്രോഫിറ്റ് എടുത്ത് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. കൃത്യമായിട്ട് പ്രോഫിറ്റ് എടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആക്യുറസിയിൽ മാറ്റം വരുന്നില്ല എന്ന് വിചാരിക്കുക. ആക്യുറസിയിൽ മാറ്റം വരുന്നില്ല, ഇത്ര തന്നെയാണ് ആക്യുറസി ഉള്ളതെങ്കിൽ ജസ്റ്റ് ഒന്ന് റിസ്ക് എന്താണ് കൂട്ടിക്കൊടുക്കുക. റിസ്ക് കൂട്ടിയാൽ എന്താണ്, നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേണും കൂടി വന്നിട്ടുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ കൂടും. അങ്ങനെ റിട്ടേൺ കൂടി ഇവിടെയാണ് അടുത്ത സ്റ്റേജ് മനസ്സിലാക്കേണ്ടത്. നോക്കിയേ, അങ്ങനെ റിട്ടേൺ കൂടി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, നിങ്ങളുടെ ആക്യുറസി അവിടെ കൂടും. 30% ആക്യുറസി ആയിരുന്നു ഉണ്ടായിരുന്നത്. കുറേ അങ്ങനെ നിങ്ങൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ റിസ്ക് നിങ്ങൾ വെക്കുന്നത് 2% ആണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങളുടെ ആക്യുറസി കൂടും. 30 മാറി 40 മാത്രമേ ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കും. നോക്കിയേ, 40 മാത്രമേ ആയിട്ടുള്ളൂ എങ്കിൽ കൂടി നോക്കിയേ, 12% റിട്ടേൺ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതാണ് പഠിച്ചിട്ട് നന്നായിട്ട് ട്രേഡ് ചെയ്ത് പറയുന്ന മെത്തേഡിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത്. നമ്മൾ വെറും 2%ലാണ് പ്രോഫിറ്റബിളായിട്ട് തുടങ്ങിയത്. അത് മെല്ലെ നല്ല രീതിയിൽ ഈ പറയുന്നത് പോലെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. 1% റിസ്ക് വെച്ച് 30% ആക്യുറസി വെച്ച് ട്രേഡ് ചെയ്തു. അതിനുശേഷം 2% ആക്കി.
അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ട്രേഡിൻ്റെ ആക്യുറസി കൂടി. വെറും 10% കൂടിയിരിക്കുന്നത്. നേരത്തെ 7 ലോസും 3 വിന്നും ഉള്ളത്, ഇവിടെ എന്താണ് 6 ലോസും 1 വിന്ന് മാത്രമാണ് കൂടിയിരിക്കുന്നത്. നോക്കി, 10ൽ 1 വിന്ന് മാത്രമാണ് കൂടിയിരിക്കുന്നത്, 4 വിന്ന്. പക്ഷേ ഇവിടെ ഉണ്ടായ ചേഞ്ച് നിങ്ങൾ നോക്കിയേ, 12% റിട്ടേൺ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജിൽ കിട്ടുക. അപ്പോൾ ഇവിടെ പെട്ടെന്ന് നിങ്ങൾ ആലോചിക്കാവുന്ന ഒരു കാര്യം എന്താണ്, ഈ ഒരു റിസ്ക് റിവാർഡിൽ 1:3 എന്നുള്ളത് മാറ്റിയിട്ട് ഒരു 1:5 കൊടുത്താലോ? നോക്കി, 28% റിട്ടേൺ നമുക്ക് കിട്ടില്ലേ? അവിടെ മനസ്സിലാക്കണം എന്താണ്, 1:3 എന്ന് പറയുന്നത് ഹിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഏതിനെ അപേക്ഷിച്ച്? 1:5 അപേക്ഷിച്ച്. 1:5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 5 ഇരട്ടി. നിങ്ങൾ വെക്കുന്ന സ്റ്റോപ്പ് ലോസിൻ്റെ 5 ഇരട്ടി മൂവ്മെൻറ്റ് ഉണ്ടായാലാണ് നിങ്ങളുടെ ടാർഗറ്റ് പ്രൈസ് ഹിറ്റാവുക. അപ്പോൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ 1:3 വെച്ചിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് പോകുക. അങ്ങനെയാണെങ്കിൽ കൂടി എന്താണ്, ഈ പറയുന്ന മെത്തേഡിൽ കൃത്യമായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ 12% റിട്ടേൺ, വെറും 40% ആക്യുറസി ആയാൽ തന്നെ 12% റിട്ടേൺ കിട്ടും. നോക്കിയേ, നമ്മൾ പറഞ്ഞതുപോലെ, നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്ത് തരുന്നത് പോലെ 50% ആക്യുറസി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, നിങ്ങൾ എടുക്കുന്ന ട്രേഡിന് തീർച്ചയായിട്ടും പറയുന്നത് പോലെ പഠിച്ചാൽ നിങ്ങൾക്ക് 50% ആക്യുറസി കിട്ടും. നോക്കാം നമുക്ക്. 50% ആക്യുറസി കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയേ, 20% റിട്ടേൺ ആണ് നിങ്ങൾക്ക് കിട്ടുക. ഓരോ 10 ട്രേഡിൽ നിങ്ങൾക്ക് 20% റിട്ടേൺ ആണ് കിട്ടുക. നിങ്ങളുടെ അക്കൗണ്ട് സൈസിൻ്റെ 20% റിട്ടേൺ ആണ് ഓരോ 10 ട്രേഡിലും കിട്ടുക. എങ്ങനെയാണെങ്കിൽ ആ ഒരു ആക്യുറസി ലെവലിലേക്ക് നിങ്ങൾ നന്നായിട്ട് പഠിച്ചെത്തുകയാണെങ്കിൽ, കൂടുതലൊന്നും പറയുന്നില്ല. നോക്കിയേ, വെറും 50% ആക്യുറസിയാണ് പറയുന്നത്. 75%, 80%, 90% ഒന്നും പറയുന്നില്ല. വെറും 50%. 10 ട്രേഡ് എടുത്താൽ 5 ലോസിലും 5 പ്രോഫിറ്റിലും. 1:3 എന്ന് പറയുന്ന മാന്യമായിട്ടുള്ള റിസ്ക് റിവാർഡാണ്. ഓവറൊന്നും നമ്മൾ എടുക്കുന്നില്ല. 1:3 ആണ്. റിസ്ക് പെർ ട്രേഡ് എന്ന് പറയുന്നത് 2% ആണ്. നോക്കി, 20% റിട്ടേൺ ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് തന്നെ എന്താണ്, വളരെ മാന്യമായിട്ടുള്ള റിട്ടേൺ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? റിസ്ക് പെർ ട്രേഡ് 1% വെക്കുക, റിസ്ക് റിവാർഡ് 1:3 വെക്കുക. അങ്ങനെ നിങ്ങൾ ട്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്രയും ആക്യുറസിയെ കിട്ടത്തുള്ളൂ. 30%, 40% ആക്യുറസിയെ തുടക്കത്തിൽ കിട്ടത്തുള്ളൂ. അത് പിന്നീട് ഡെവലപ്പായി വന്നോളും. അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. 5000, 50,000 ആയാലും ചേഞ്ച് എത്രയാണ് വരിക? നോക്കിയേ, ചേഞ്ച് എത്രയാണ് വരിക? അതാണ് ഒരുമിച്ച് കാണിക്കാത്തത്. നിങ്ങൾ ഒറ്റയടിക്ക് ഇപ്പോൾ 50,000 കാണിച്ച് ഈ ഒരു പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അങ്ങനെ പോയിട്ട് ലിവറേജും റിസ്ക്കൊക്കെ എടുത്ത് കളയും. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാത്തത്. തൽക്കാലം എന്താണ്, ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഒരു ലെവലിൽ തന്നെ മുന്നോട്ട് വന്ന് റിസ്ക്കൊക്കെ പിന്നീട് നിങ്ങൾ കൂട്ടി വെക്കുക. 1:3 റിസ്ക് റിവാർഡ് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇവിടെ എന്താ സംഭവിച്ചിട്ടില്ല? നോക്കിയേ, താഴേക്ക് വന്നു, മാർക്കറ്റ് താഴേക്ക് വന്നു, മുകളിലേക്ക് ഇങ്ങനെ പോയി. എവിടെ നിന്നാണ് അടുത്ത താഴേക്ക് വരാനുള്ള സാധ്യത ഉള്ളത്? ഇക്വിലിബ്രിയത്തിന് മുകളിൽ നിന്നാണ്. ഇതെന്താണ്? പ്രീമിയമാണ്. ഈ ഒരു സോൺ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിൻ്റെ മുകളിൽ എന്താണ്? പ്രീമിയമാണ്. അപ്പോൾ അവിടെ നിന്നാണ് വീണ്ടും താഴേക്ക് വരാനുള്ള സാധ്യതയുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ക്യാൻഡിലിൽ ഷോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഈ ഒരു ക്യാൻഡിലിൽ ഷോർട്ട് ചെയ്യുന്നു. ഈ ഒരു ക്യാൻഡിൽ ഇതിപ്പോൾ എന്താണ്? ഡെയിലി ക്യാൻഡിലാണ്. ഇത് ഡെയിലി ക്യാൻഡിലാണ്. ഇവിടെ എവിടെയെങ്കിലും നോക്കിയാൽ ചെറിയ മൂവ്മെൻറ്റ് കാണുമ്പോൾ നിങ്ങൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെയോ പ്രൈസ് ആക്ഷൻ കാണുമ്പോൾ നിങ്ങൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്? കൃത്യമാണ്, നിങ്ങൾ ചെയ്തതൊക്കെ കൃത്യമാണ്. നോക്കിയേ, താഴേക്കുള്ള മൂവ്മെൻ്റ് ആണ്. മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇക്വിലിബ്രിയത്തിൻ്റെ മുകളിൽ പ്രീമിയം സോണിലാണുള്ളത്. നോക്കിയേ, അവിടെ നിങ്ങൾക്ക് ഷോർട്ട് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. പ്രൈസ് ആക്ഷൻ കാണുകയാണെങ്കിൽ ഷോർട്ട് ചെയ്യാം. ഇവിടെയാണ് നിങ്ങൾ ഷോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഇവിടെയാണ് ഷോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ എന്താണ്? മുകളിൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവിച്ചേ? താഴേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രോഫിറ്റ് എടുത്തിട്ടില്ല. ഇതൊരു എക്സാമ്പിൾ മാത്രം പറയുന്നതാണ്. ഇവിടെ എന്താണ്? നിങ്ങളിപ്പോൾ 1:3 റിസ്ക് റിവാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ, നോക്കിയേ, ആദ്യം അത് പറയാം. 1:3 ആണെങ്കിൽ നോക്കിയാൽ 1, ഇത് 1:1 ആണിപ്പോൾ. നോക്കിയേ, 1:2 ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുകൂടി ആയാലും എന്താണ്? നോക്കിയേ, 1:3. 1:3 എന്ന് പറയുന്ന റിസ്ക് റിവാർഡ് എന്താണ്? ഇവിടെ തന്നെ ഹിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ 1:4, 1:5. നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്ന റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് അതുകൂടി ഒന്ന് മൈൻഡിൽ വെക്കുക. 1:5 ആണ്. അപ്പോൾ 1:3 നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മാക്സിമം എന്താണ്? 1:5 വരെ. 1:5 വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 1:5 ആകുമ്പോഴേക്കും ഇവിടെ എന്താണ്? ഏകദേശം ഹിറ്റാവുന്നതാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ പഠിച്ച കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇവിടുന്ന് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോയത്? തൊട്ട് മുന്നിൽ നോക്കിയേ, തൊട്ട് മുന്നിലൊരു ലോ ആണ്. അപ്പോൾ അവിടെ ലോ ഉണ്ടെങ്കിൽ അവിടെ എന്താ ഉണ്ടാകുക? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമല്ലേ? തൊട്ട് മുന്നിലെ ലോ ബ്രേക്ക് ചെയ്തൊന്ന് താഴേക്ക് വന്ന് ഇവിടെ എന്താണ്? സെൽ ഓർഡറുകൾ ഉണ്ടാകും.
സെൽ ഓർഡറുകൾ ഉണ്ടാകും. ഇവിടെ എന്താണ് ബൈ ചെയ്തവരുടെ സ്റ്റോപ്പ് ഓർഡറുകൾ, നിങ്ങൾ ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യുന്നവരുടെ നോക്കിയ സെൽ ഓർഡറുകൾ, അത്തരത്തിലുള്ള സെൽ ഓർഡറുകൾ ഉണ്ടാവും. അതിനെന്താണ് സ്മാർട്ട് മണി ക്യാച്ച് ചെയ്യും. അതിനെന്താണ് ആ സെൽ ഓർഡർ വെച്ചിട്ട് ബൈ ഓർഡറുമായിട്ട് ഈക്വലായിട്ട് അവർ ബൈ ഓർഡറുകൾ എടുക്കും, മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്താണ് ഇവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങളുടെ ടാർഗറ്റ് ഒന്നും എടുത്തിട്ടില്ല, ബൈ മിസ്റ്റേക്ക് നിങ്ങൾ ടാർഗറ്റ് എടുത്തിട്ടില്ല. നിങ്ങളുടെ എന്താണ് സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റായി പോയി എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് ചിലപ്പോൾ സംഭവിക്കാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ എന്താണ് ഇവിടെ വരെ പകുതി വരെ മൂവ്മെൻറ്റ് വന്നിട്ടുള്ളൂ. നിങ്ങളുടെ 1:3 എന്ന് പറയുന്ന ആ ഒരു റിസ്ക് റിവാർഡ് ഹിറ്റായിട്ടില്ല. എല്ലാണ്ട് തന്നെ മുകളിലേക്ക് പോയിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അവിടെ ഹിറ്റായിപ്പോയി. പക്ഷേ ഇപ്പോഴുള്ളത് എന്താണ്, നിങ്ങൾ സെല്ല് ചെയ്യാൻ കാത്തു നിൽക്കുന്ന ആ ഒരു സോണിൽ തന്നെയാണ്. നിങ്ങളിവിടെ സെല്ല് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. പക്ഷേ എന്താണ് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പോയിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിപ്പോയി. അടുത്തത് വീണ്ടും മാർക്കറ്റ് താഴേക്ക് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര പൊസിഷൻ എടുക്കണം, എങ്ങനെ പൊസിഷൻ എടുക്കണം? ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായി അതേ സ്ഥലത്ത് തന്നെ ഒരു സെല്ലിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇവിടെ എത്രയാണോ യൂസ് ചെയ്തത് അതിൻ്റെ ഹാഫ് റിസ്ക് മാത്രം അടുത്ത ട്രേഡിൽ എടുക്കുക. അതായത് ഈ ഒരു ട്രേഡിൽ നോക്കിയേ, ഈ ഒരു ട്രേഡിൽ നിങ്ങൾ യൂസ് ചെയ്തത് 2% റിസ്ക് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 2% റിസ്ക്കിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ 2% റിസ്ക് ചെയ്തെങ്കിൽ വീണ്ടും അടുത്ത ഈ ഒരു പൊസിഷൻ എടുക്കുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് 2% റിസ്ക് എടുക്കരുത്. അവിടെ എന്താണ് അവിടെയാണ് പറ്റുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അതായത് നോക്കിയേ, ഇവിടെയും 2% റിസ്ക് എടുത്തിട്ട്, അതായത് ഇവിടെ എന്താണ് ഹിറ്റായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഫിറ്റ് ഹിറ്റായി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ക്ലിയറായി കിട്ടില്ല, പെട്ടെന്ന് ക്ലിയറായി കിട്ടില്ല എന്ന് വിചാരിച്ച് ഇവിടെയും കൊണ്ടുപോയിട്ട് 2% റിസ്ക് വെക്കും, എടുക്കരുത്. ആദ്യത്തേതിൽ 2% റിസ്ക് ആണ് വെച്ചിട്ടുള്ളതെങ്കിൽ അതേ സ്ഥലത്ത് വന്ന് രണ്ടാമതൊരു എൻട്രി കിട്ടുകയാണ്. സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്, ലോസിലാണുള്ളത്. രണ്ടാമതൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ നേരെ പകുതി എന്ന് പറയുന്നത് നോക്കിയേ, 2% റിസ്ക് ആണ് വെച്ചതെങ്കിൽ 1% റിസ്ക് മാത്രമേ അടുത്ത ആ ഒരു ഷോർട്ട് ട്രേഡിൽ, അടുത്ത ആ ഒരു എൻട്രിയിൽ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇവിടെ 1% ആണ് റിസ്ക് എടുത്തതെങ്കിൽ ഇവിടെ എന്താണ് 0.5% റിസ്ക് വെച്ചിട്ടുള്ള ലോട്ട് സൈസ് മാത്രമേ ലിവറേജ് യൂസ് ചെയ്ത് ആ ഒരു ലോട്ട് സൈസ് മാത്രമേ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. നിർബന്ധമായിട്ട് ഫോളോ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് മിസ് ചെയ്യരുത്. ഇവിടെ ഈ രണ്ടെടുത്ത് ഇവിടെ ഈ രണ്ടൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നോക്കി എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായപ്പോൾ നിങ്ങളെന്താണ് 2% ലോസിലാണ് നിൽക്കുന്നുണ്ടാകുക. അതിനുശേഷം എന്താണ് 1% വെച്ചിട്ട് നിങ്ങളിവിടെ എൻട്രി എടുത്തു. 1% റിസ്ക് വെച്ചിട്ട് പിന്നെ നിങ്ങളിവിടെ എൻട്രി എടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ എൻട്രി എടുക്കുകയാണ്, തീർച്ചയായിട്ടും എന്താണ് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ് വെറുതെ നിങ്ങൾ എൻട്രി എടുക്കുന്നതല്ല, കൃത്യമായിട്ട് പഠിച്ചത് പ്രകാരം ആ സോണിൽ തന്നെ എത്തിയത് കൊണ്ടാണ് നിങ്ങൾ എൻട്രി എടുക്കുന്നത്. 1% സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് എൻട്രി എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഈ ഒരു ക്യാൻഡിൽ പ്രൈസ് ആക്ഷൻ കണ്ടിട്ട് ഇവിടെയാണ് നിങ്ങൾ ഷോർട്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഷോർട്ട് ചെയ്തു, മുകളിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആ ഒരു റിസ്ക് എന്ന് പറയുന്നത്. നോക്കിയേ, ഇവിടെ ഷോർട്ട് ചെയ്തു, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. ഇതാണ് റിസ്ക് എന്ന് പറയുന്നത്. നോക്കിയേ 1:1 ആയി. 1:1 ആകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നേരത്തെ ഉണ്ടായിരുന്നത് 2% ലോസ് അല്ലേ? ഇവിടെ ഇപ്പോൾ 1:1 ആയപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ 1% ആണ് റിസ്ക് വെക്കുന്നത്. അപ്പോൾ 1:1 ആകുമ്പോൾ 1% പ്രോഫിറ്റും അവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ തന്നെ എന്താണ് 1% പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ നമുക്ക് രണ്ടാമത്തെ ട്രേഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു 2% ലോസ് എന്നുള്ളത് മാറിയിട്ട് 1% ലോസിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എന്ത് സംഭവിച്ചു? മാർക്കറ്റ് നോക്കിയേ ചെറുതായിട്ടൊന്ന് വീണ്ടും താഴേക്ക് ഫോളായി. മാർക്കറ്റ് ചെറുതായിട്ട് ഫോളോ ആയപ്പോൾ നോക്കിയേ ഇവിടെ എന്താണ് 1:2 എന്നുള്ളത്. നോക്കിയേ ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ഇത് നമ്മുടെ റിസ്ക്കുമാണ്. ഇവിടെ 1:2 എന്നുള്ള റിസ്ക് റിവാർഡിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. 1:, ഇതാണ് 1:2 എന്നുള്ള റിസ്ക് റിവാർഡിൽ എത്തുമ്പോൾ എന്താണ് വീണ്ടും 1% കൂടി നമുക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടിയില്ലേ? 1:1 ആകുമ്പോൾ 1% പ്രോഫിറ്റ്, 1:2 ആകുമ്പോൾ ടോട്ടലി 2% പ്രോഫിറ്റ് നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന ലോസ് എന്താണ് 1:2 ആയപ്പോൾ അവിടെ കവറായിട്ടുണ്ട്. നേരെ പകുതി പൊസിഷൻ സൈസ് എടുത്തിട്ട് പോലും എന്താണ് 1:2 റിസ്ക് റിവാർഡ് ആയപ്പോൾ നേരത്തെ ഉണ്ടായിരിക്കുന്ന ലോസ് അവിടെ കവറായിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 1:2 കവറായിട്ടുണ്ട്. അതിനുശേഷം എന്താണ് അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നീട് പ്രോഫിറ്റാണ്. നോക്കിയേ അത് കഴിഞ്ഞ് മാർക്കറ്റ് വീണ്ടും മുന്നോട്ട് പോകുന്നു. നോക്കിയേ 1:3 മാർക്കറ്റ് പോയി. 1:3 മാർക്കറ്റ് പോവുകയാണെങ്കിൽ എന്താ അവിടെ സംഭവിച്ചാൽ വീണ്ടും 1% പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വീണ്ടും 1% കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന 2% ലോസും ആദ്യത്തെ 2% പ്രോഫിറ്റും അവിടെ എന്താണ് കവറായി പോയിട്ടുണ്ട്.
ഇവിടെ നിങ്ങൾക്ക് 1:3 യൂസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു 1% എന്ന് പറയുന്നത് ഇപ്പോൾ പ്രോഫിറ്റാണ്. ഇപ്പോൾ 1%ൻ്റെ പ്രോഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. വെറും പകുതി പൊസിഷൻ എടുത്തിട്ട് കൂടി എന്താണ് നിങ്ങൾക്ക് 1:3 ആയപ്പോഴേക്ക് 1%ൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. പകുതി പൊസിഷനാണ് എടുക്കേണ്ടത്. 1:3 ആയാൽ 1% പ്രോഫിറ്റ് കിട്ടുമെന്ന് മനസ്സിലായി. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം കൂടി പറയാം. 1:2 നോക്കി 1:2ലേക്ക് നിങ്ങളുടെ പ്രോഫിറ്റ് എത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ട്രേഡിൽ 1:2 എന്നുള്ള റിസ്ക് റിവാർഡിലേക്ക് നിങ്ങളുടെ പ്രോഫിറ്റ് എത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ചെയ്യേണ്ട കാര്യം അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ പോവുകയാണ്. ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ട് നിങ്ങളുടെ 1:2ലേക്ക് കൊണ്ടുവരിക. ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസ് എന്താണ്? 1:2 എന്ന് പറയുന്ന അവിടേക്ക്, അതായത് വീണ്ടും താഴേക്കാണ് മാർക്കറ്റ് ഫോൾ ആവുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ 1:2ലേക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുവരിക. അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? തിരിച്ച് മാർക്കറ്റ് വീണ്ടും റിജക്ഷൻ കാണിച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്താണ് നമ്മുടെ 1:2 എന്താണ് അവിടെ ഹിറ്റ് ആയിക്കോളും, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിക്കോളും. അങ്ങനെ ഹിറ്റായാൽ എന്താണ് നേരത്തെ ലോസ് തീർച്ചയായിട്ടും അവിടെ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ കൂടി നേരത്തെ ലോസ് എന്താണ് അവിടെ ഒരു 2%ൻ്റെ ലോസ് എന്ന് പറയുന്നത് നമുക്ക് കവറായി കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? ലോസ് കഴിഞ്ഞ് പകുതി പൊസിഷൻ എടുക്കുക. രണ്ടാമത്തെ ട്രേഡിൽ അതേ എൻട്രിയിൽ രണ്ടാമത്തെ ട്രേഡിൽ പകുതി പൊസിഷൻ എടുക്കുന്നു. 1:2 ആയിട്ട് വീണ്ടും പ്രൈസ് ആക്ഷനാണ്, താഴേക്ക് തന്നെ പോവുകയാണ്. അതേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. 1:2 കൊണ്ടുവന്ന് വെക്കുന്നു. അവിടെ ഹിറ്റായി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം വരുന്നില്ല. അതിനുശേഷം എന്താണ്? അതിനുശേഷം മുകളിലേക്ക് കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് ലാഭമാണ്. മുകളിലേക്ക് കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് ലാഭമാണ്. സ്റ്റോപ്പ് ലോസ് എവിടെയൊക്കെ നിങ്ങൾക്ക് ട്രെയിൽ ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ ട്രെയിൽ ചെയ്ത് വെക്കാം. എവിടെ വരെ വെക്കാം? 1:5 വരെ വെക്കാം. ഇവിടെയാണ് മാക്സിമം 1:5 യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. 1:5 വരെ നിങ്ങൾക്ക് എന്താണ് സ്റ്റോപ്പ് ലോസ് അവിടെ ട്രയൽ ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിപ്പോൾ എത്രയാണ്? 1:3 ആണുള്ളത്. നോക്കി ഇതൊന്നുകൂടി ഒന്ന് താഴേക്കാക്കി കഴിഞ്ഞാൽ നോക്കി 1:4 ആയിട്ടുണ്ട്. ഇവിടെ എന്താണ്? ഇതൊന്നും കൂടി താഴേക്കാക്കിയാൽ എന്താണ് 1:5 ആയിട്ടുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയേ, ഇവിടെയാണ് എൻട്രി എടുത്തത്. പകുതി പൊസിഷൻ വെച്ചിട്ട് എൻട്രി എടുത്തു. 1:2 ആയപ്പോൾ നമ്മുടെ ലോസ് എന്താണ് റിക്കവർ ആയിട്ടുണ്ട്. ലോസ് റിക്കവർ ആയിട്ട് അതിനുശേഷം വീണ്ടും താഴേക്ക് പോകുമ്പോൾ കൃത്യമായിട്ടുള്ള മെത്തേഡാണ് ശ്രദ്ധിക്കുക. വീണ്ടും താഴേക്ക് പോകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് ഇവിടെ വെച്ചു. ഇനി നമുക്ക് ലോസ് ആയാലും പ്രശ്നമില്ല, ആ ഒരു നേരത്തെ ലോസ് നമുക്ക് കവറായി കിട്ടും. ഇവിടേക്ക് വെച്ച് നോക്കിയേ. അത് കഴിഞ്ഞ് 1:4 നോക്കിയേ, 1 2 3 4 1:4 1:5ലേക്ക് എത്തുമ്പോൾ എന്താണ് നമ്മൾ ഫുൾ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യുന്നു. നോക്കിയേ അവിടെ നിങ്ങൾ കാണുന്ന കാര്യം എന്താണ്? ആ ഒരു 1:5 തന്നെയാണ് നോക്കിയേ പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു ലോൻ്റെ റേഞ്ചുള്ളത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി സ്മാർട്ട് മണി ബൈ ചെയ്യണമെങ്കിൽ ഇവിടെ എത്തണം. കാരണം ഇവിടെയാണ് എന്തുള്ളത്? സെൽ ഓർഡറുകൾ ഉള്ളത്. പഠിച്ചിട്ടുള്ള കാര്യമല്ല, ഇവിടെയാണ് ഇനി സെൽ ഓർഡറുകൾ ഉള്ളത്. ഇവിടെ നിന്നാണ് ബൈ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് സെൽ ഓർഡറുകൾ ധാരാളമായിട്ട് ഉണ്ടാകുക. അപ്പോൾ സ്മാർട്ട് മണിക്ക് അവരുടെ ബൈ ഓർഡറുകൾ, നെക്സ്റ്റ് ബൈ ഓർഡറുകൾ അവിടെ ഫില്ല് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ സെൽ ഓർഡറുകളുടെ ഒരു സോണ് കിട്ടണം. അപ്പോൾ അതാണ് ആ സോണ് എന്ന് പറയുന്നത്. നോക്കിയേ 1:5 1:5ൻ്റെ സോണ് തന്നെയാണ്. അപ്പോൾ 1:5 തന്നെ നിങ്ങൾ മുഴുവൻ പ്രോഫിറ്റും ബുക്ക് ചെയ്തിരിക്കുക. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ട്രയൽ ചെയ്യാനൊക്കെ പഠിച്ചു. നോക്കിയേ ഫ്രൈഡേ ആണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. കാര്യം മനസ്സിലാക്കണം, വീക്കെൻഡ് ആണ്. അതായത് ഉച്ചയൊക്കെ കഴിഞ്ഞു. ഇനി എന്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ഒരു പകുതി ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. വീക്കെൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തിരിക്കുക? ഈ സ്റ്റോപ്പ് ലോസ് വെറുതെ ട്രെയിൽ ചെയ്യുന്നതിന് പകരം ഈ ഒരു 1:2 തന്നെ എക്സിറ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുക. ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകൾ എന്താണ്? ഇതിൻ്റെ തുടർച്ചയായിരിക്കും. ഇതിൻ്റെ മുകളിലേക്കുള്ള കാര്യങ്ങൾ പഠിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോകും. അതുകൊണ്ട് ഇനിയുള്ള ക്ലാസ് എത്തുമ്പോഴേക്ക് ഇതുവരെ പറഞ്ഞത് കൃത്യമായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ആക്കി വെക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.